സമയം ഏകദേശം ഉച്ചയുണ്ട്. ഞങ്ങൾ ജെറിയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ആദ്യം ഹലാൻ വില്ലേജ് ഒന്ന് വിസിറ്റ് ചെയ്യും. അവിടെ 1-2 ഫ്രണ്ട്സിനെ കാണാണ്ട് അതിന് ശേഷം ഞങ്ങൾ നേരെ ജെറി കയറാണ്. അതിന് ശേഷം ഒരു മലാന ട്രക്കിംഗ് ഉണ്ട്. ഓക്കെ, ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇതാണ് അവസ്ഥ. ഇരുണ്ട് കൂടിയൊരവസ്ഥയാണ്. ഉള്ളു സൈഡ് ഏകദേശം ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഇവിടെയും നമുക്ക് അത്യാവശ്യം സ്നോയിങ് കാണാൻ പറ്റുള്ളൂ. ഞങ്ങളിന്ന് പോകണോണ്ടിട്ട് തന്നെ നമ്മൾ കുട്ടൂസിനൊക്കെ എടുത്ത് സേഫാക്കി. ബാഗൊക്കെ ഇവിടെ ഫുൾ പാക്ക്ഡാണ്. കുട്ടൂസിനെ നമ്മളിവിടെ സേഫാക്കി വെച്ചിട്ടു. നമ്മൾ ചിലപ്പോൾ ഒരു 5 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു വരാം. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടൂസിനെ ഇവിടെ കാര്യമായിട്ട് സേഫാക്കി വെച്ചിട്ട് ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടായിരിക്കും പോവുക. അപ്പോൾ കുട്ടൂസൻ ഇവിടെ സേഫാണ്. അപ്പോൾ നമ്മൾ സ്റ്റേ ഒക്കെ പൂട്ടി നമ്മൾ 3 പേരും വില്ലേജിലേക്ക് കയറി. ഇനി അവിടെ നിന്ന് ബസ് എടുത്ത് ഒരു ലോക്കൽ ട്രാവൽ. അതുപോലെ എപ്പോഴും മേളിൽ വില്ലേജിൽ ഒരാളേൽ കൊടുത്തിട്ടുണ്ടാവും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗസ്റ്റ് എപ്പോൾ വന്നാലും അവർക്കൊരു തരത്തിലും ബാഡ് അടിക്കില്ല. അവർക്ക് ഇതിനകത്ത് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ തന്നെ സംഭവം കൊണ്ട് നടക്കാൻ പറ്റും. പോവല്ലേ? പിന്നെ അപ്പോൾ നമ്മളെ രാവിലെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ടേ ചെറുതായിട്ടൊരു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഫേ 37, അതാണ് ഇവിടുത്തെ ലോക്കൽ കഫേ 37. ഇതാണ് നമ്മുടെ ലോക്കൽ കഫേ. ഇത് നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ്, നീറ്റ് ഫുഡ് നമുക്ക് കിട്ടും. ഇവിടെ വരുമ്പോൾ ഒരു സുന്ദരനായ ഒരു പപ്പിനോട് കിട്ടും. പക്ഷെ ഇവനൊറ്റ കാലമുള്ള എത്ര വയസ്സുണ്ടാവും ദീദിക്ക്? നമ്മളിവിടെ നിന്നുണ്ടാവും. ഈ ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഹിമാചലി ദേശീയ ഭക്ഷണമായ ആലു പൊറോട്ട ഞങ്ങൾ മേടിക്കാൻ പോകും. ഞാനിവിടെ പൊരിഞ്ഞു പോകുന്നുണ്ട്. ദേശീയ ഭക്ഷണമായ ആലു പൊറോട്ട ഈ പിക്കിളും. ശരിക്കും ആലു പൊറോട്ട എന്ന് പറയുന്നത് ഹിമാചലി കോൺസെപ്റ്റ് ഒന്നും അല്ല കേട്ടോ. അത് നോർത്ത് ഈസ്റ്റിൽ നിന്ന് എവിടെ നിന്ന് വന്നു കയറിയെന്നുള്ള സെറ്റപ്പാണ്. അതൊന്നും എനിക്ക് വലിയതായിട്ടൊന്നും അറിയില്ല കേട്ടോ. ഇവരുടെ മെയിൻ ഡിഷ് എന്നൊക്കെ പറയുന്നത് സിഡ്ഡു, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. നമുക്ക് വീണ്ടും ബസ് കിട്ടിയിട്ടോ. നമ്മൾ വീണ്ടും ബസ്സിൽ ഇപ്പൊ നമ്മൾ ഹലാനിലേക്കാണ് പോണത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ജെറി മലാന. ഹലാനെത്തി. ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. ഇവിടെ പറയാൻ പാകത്തിന് ബോർഡുകളോ കാര്യങ്ങളോ ഹലാൻ എന്നുള്ള മൈൽ സ്റ്റോണോ ഒന്നും കാണുന്നില്ല. മുന്നിവിടെ ഉണ്ടായിരുന്നു, ഇതിപ്പോൾ പെയിൻറ് ചെയ്തിട്ടേക്കാണ്. ഓക്കെ, കിങ്ങിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കൊരു 4.8 കിലോമീറ്റർ കവർ ചെയ്യാനുണ്ട്. അടിപൊളിയാണ് കേട്ടോ, അടിപൊളി റോഡാണ് കേട്ടോ. അതുപോലെ ഇവിടുന്ന് കിട്ടുന്ന വിഷ്വൽസും അതുപോലെ തന്നെ അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത റോഡ് തന്നെയാണ്. പതുക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൈ കാണിച്ചു വണ്ടി നിർത്തിയില്ല. ഇവിടെ നോക്കുമ്പോളേ നമുക്ക് ഹലാൻ്റെ കുറച്ച് കുഞ്ഞ് പുരാന ഹൗസസ് കാണാം. ഓൾഡ് കൺസ്ട്രക്ഷൻ തന്നെയാണ്, കല്ല്, മരം, മണ്ണ്. ഒരു സൈഡിലും ഹിമാചലിൻ്റെ ഓൾഡ് കൺസ്ട്രക്ഷൻ മാനേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇവനും നിർത്തിയില്ലാട്ടോ, ഇവനും നമ്മൾ ചതിച്ചു. നമ്മളിന്ന് ഹിച്ച് ഹൈക്കിങ്ങിന് വരും, നമ്മൾ ഹൈക്ക് ചെയ്ത് പോകും. പോക്ക് നൈസാണ്. ഈ ഒരു സ്പോട്ടിലായിട്ട് നോക്കാന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്നോയിങ് നടക്കുന്നുണ്ട് കേട്ടോ.
നമ്മ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹിമാചലിലെ 2 പുലിക്കുട്ടി. ഒന്ന് ജിംനി, ഒന്ന് ജിപ്സി. ഒരമ്മ പറ്റ 2 മക്കള്. കാണാൻ കൊള്ളാം. 2 ഒരേ സ്പോട്ടിൽ തന്നെ വർക്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട്. ബാക്കിൽ നിന്ന് എടുക്കേണ്ടിയായിരുന്നു വീഡിയോ. ഇതും കിട്ടിയില്ല കേട്ടോ. ഹലാൻ്റെ മുകളിലേക്ക് കയറുന്നതനുസരിച്ച് നമുക്ക് അടിപൊളി വ്യൂ കിട്ടും കേട്ടോ. കാരണം വിഷ്വലാണ് ആയിട്ടുള്ള ഒരു ഓപ്പൺ വ്യൂ സൈഡ് ഭയങ്കര ഹെവി തന്നെയാണ്. നമ്മളത്രയും ഹൈറ്റിൽ കയറികളുണ്ട്. നല്ല രസമുണ്ട് ഈ സംഭവം കാണാനായിട്ട്. വഴിയൊക്കെ എടുക്കുന്നുണ്ട്. ഈ വഴി കറങ്ങി തിരിഞ്ഞ് ഏകദേശം നമ്മൾ എന്താ ഒരു ഏരിയയിൽ എടുത്തു. ഇനി ഷോർട്ട് കട്ട്. ഷോർട്ട് കട്ട് ഇച്ചിരി ഹാർഡാണ്. അൺഎക്സ്പെക്റ്റഡ് വിഷലാണ്. നമുക്ക് കുറേ നേരം ഇവിടെ കിടന്ന് എന്തൊക്കെയോ തപ്പണേ. ശരിക്കും വഴിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ. അടിപൊളി വഴിയാണ്. ഈ പാറയൊക്കെ പൊട്ടിച്ചിട്ട് ഇപ്പോൾ ഒരു പുതിയതായിട്ട് നല്ല അടിപൊളി റോഡ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാൻ അങ്ങോട്ട് കയറുന്നതിനനുസരിച്ച് അങ്ങോട്ട് ഭംഗി കൂടിക്കൊണ്ടിരിക്കുക. എന്ത് ലുക്കാണെന്നറിയാം. വരുന്ന വഴിയൊക്കെ അടിപൊളി കേട്ടോ. രക്ഷയില്ല. ഇങ്ങനെ ഒരു വീട് ഉണ്ട്. അടിപൊളി വീട്. ഇങ്ങനത്തെ ഒരു വീട് കിട്ടിയായി സേഫാ സെറ്റിൽഡായി. ഇച്ചയ്ക്ക് ചെയ്ത് വരുന്നതിനനുസരിച്ചാണ് ഇങ്ങനെ ഒരു വീടും കൂടി നമ്മൾ കണ്ടത്. ഓക്കെ, ചെറുതാണ്. എന്ത് രസമാണെന്ന് പറയാം. അതിൻ്റെ സ്റ്റെപ്സൊക്കെ ഉണ്ടോ. അടീന്ന് ഇടക്കേതെത്തണം. എന്ത് ശാന്തി ആയിരിക്കും അവിടെയൊക്കെ. കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ കിട്ടിയ ഒരു ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠയാണ്. അത്യാവശ്യം കുഴപ്പമില്ല. അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. എല്ലാവർക്കും മനുഷ്യപ്പറ്റുണ്ടെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. ആരും നിർത്തുന്നില്ല. ശിവലിംഗമാണ്. ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠ. ഇതെങ്ങനെയുണ്ട്? ഇതൊരു വെറൈറ്റി പൈനാട്ടോ. കാണാൻ നല്ല രസമുണ്ട്. പൂവും അതിൻ്റെ പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എങ്ങനെയപ്പോൾ ഞാൻ പൂവ് കാണിച്ചരാ. യെസ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹിമാചലിൽ ശരിക്കും 7ഓളം വെറൈറ്റി പൈൻസ് ഉണ്ട് എന്നാണ് ലോക്കൽസ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അല്ല, അടിപൊളിയാണ് ഈ പൈൻസ്. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നമ്മുടെ പോലെ തന്നെ ഹിച്ചേക്ക് ചെയ്ത് തരാനുണ്ടോ. ഓരോ വീട്ടിലും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണത് ഇങ്ങനെയാണ്ടോ. എവിടെയെങ്കിലൊക്കെ വഴി കൊണ്ടിടും. ഓക്കെ, ഇനി പലതും കാണിച്ചു തരാം. ഇവരുടെ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ മാനേഴ്സൊക്കെ ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് കാണിച്ചു തരാം. ഒരു കഥയില്ല. നമ്മൾ ഏകദേശം അവിടെ എത്തണം കേട്ടോ. ഇതാണ് ഹലാൻ വില്ലേജ്. നമ്മളൊരുത്തൻ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവനും ചെറിയ പേടിയൊക്കെ ഉണ്ട്. ഏതോ വീട്ടിലെ ഗൈഡ് ഡോഗാണ്. അവന് ചെറുതായിട്ട് പേടി അടിക്കുന്നുണ്ട്. കം അളീനെ ഓടിപ്പിക്കാൻ വേണ്ടി പോയി. പക്ഷെ അവൻ അവിടുത്തെ ഗൈഡ് ഡോഗാണ്. അവർ തമ്മിൽ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തോ സീരിയസാ. അവനൊരു മൈൻഡും ഇല്ല. വിട്ടു പരിപാടി അവസാനിപ്പിച്ചേക്കുന്നു പോകുന്നു. അവന് നല്ല പേടിയുണ്ടാ, എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് ചെറുതായിട്ടൊരു ഷോർട്ട് കട്ട് ട്രൈ ചെയ്തു. ആ വഴിയിൽ കിട്ടിയതാണ് പൈൻ്റെ പൂവ്. വൻ കട്ടിയാണ്. ഭയങ്കര ഭംഗിയാണ് ശരിക്കും ഇത് കാണാൻ. നല്ല രസമുണ്ട്. എൻ്റെ ഒരു ഏതോ മണ്ടയില പോലെ ഇരിക്കുന്നു. ഇതും ഒരു വെറൈറ്റി എത്തിപ്പെടുന്ന പൈൻ്റെ പൂവുണ്ടോ.
ഇതാണ് ആ പൈൻ. ചെറുതായിട്ട് ഡൈവേർട്ട് എടുത്തുകൊണ്ട് ഇനി മൊത്തം ഷോർട്ട് കട്ട്സ് ആണ്. ഹലാൻ വില്ലേജ് ഒന്നും കൂടി വിസിബിൾ ആയിട്ട് മൊത്തത്തിൽ മേളിലായിട്ട് നല്ലോണം സ്നോയിങ് നടക്കുന്നുണ്ട്. ഇച്ചയ്ക്ക് ഇത് പോണതിൻ്റെ ഇടയിലാണ് നമ്മളിങ്ങനെ ഒരു സാധനം കണ്ടേ. ഇതാണ് ഇവിടുത്തെ ലോക്കൽ കൺസ്ട്രക്ഷൻ മാൻ. കല്ല്, മരം, മണ്ണ്. ഇവിടെ അടിയിലായിട്ട് എൻ്റെ ഓണറും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ആപ്പിൾ തോട്ടം ക്ലീൻ ചെയ്ത് അതിൻ്റെതായ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഞാനെൻ്റെ അടിപൊളി വീഡിയോ അങ്ങനൊരു വീഡിയോ കിട്ടിയാലും മതി. കമൻറ്റ് ചെയ്യും, ഈ വീഡിയോ ആണോ, ഈ വീഡിയോ ആണോ. രസമായിരിക്കില്ലേ ഇങ്ങനെ ഈ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ. ആ ട്രക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ കിട്ടിയ നൈസായിട്ടുള്ളൊരു വ്യൂ ആണ്. മുന്നേ വില്ലേജിന് എന്ന് പറയാനായിട്ടുണ്ടായിരുന്ന ലോക്കൽ റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഹിച്ചേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിൻ റോഡ് തൊട്ട് മേളിൽ പോകുന്നുണ്ട്. നമ്മൾ ഷോർട്ട് കട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. പൈൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ, പൈൻ്റെ പൂവാണ്. നമ്മൾ ഈ സമയത്തൊക്കെ ബൈ ചാൻസ് പെട്ടെന്ന് തീ പിടിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതിന് നല്ലൊരു അടിപൊളി സ്മെല്ലും കൂടി ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കത്തിച്ചാൽ മതി. യെസ്, പെട്ടെന്ന് എത്തി പിടിക്കും. ഒരു ഓയിൽ കണ്ടന്റ് ഉണ്ടായിന് നാച്ചുറലായിട്ട്. അടിപൊളിയല്ലേ കണ്ട, അതിൻ്റെ ഓയിൽ പുറത്ത് ചാടിക്കുന്നത് ഇങ്ങനെ നിന്ന് കത്തും. നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ ഇതിന്. നമുക്ക് ആ ട്രക്കിങ്ങിൽ തന്നെ പഴയ മോഡൽ ഒരു വീടും കൂടി കിട്ടിയേക്കണേ. എന്നാ ഭംഗിയാന്നറിയാം കാണാൻ തന്നെ. ഹലാനിലെ റോഡ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മയിൽക്കുറ്റിയും വരെ അതിൻ്റെ ഒരു സൈൻ ബോർഡ് കാണാനില്ലേ. റോഡ് കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ മയിൽക്കുറ്റിയൊന്നും അവരൊന്നും എഴുതിയിട്ടില്ല. നമുക്ക് ഡിസ്റ്റൻസ് അറിയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ബ്ലാങ്ക് ആയിട്ടിട്ടേക്കാം. അപ്പോൾ അതിൽ എഴുതുമായിരിക്കും. ഇത് നോക്കാൻ തന്നെ ഇതാ ഇത്രേ അടിപൊളി വ്യൂ ആണ്. ആ സൈഡിലാണെന്നുണ്ടെങ്കിൽ സ്നോയിങ് നടക്കുന്നുണ്ട്. നമുക്ക് മഴ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരാൾ ജോയിൻ ചെയ്തു. ഭയങ്കര കളിയും കയറിയ പരിപാടികളൊക്കെ ആയിട്ട് പുള്ളി ഭയങ്കര സെറ്റപ്പാണല്ലോ. നമ്മൾ കയറി വന്ന സൈഡാണ് ഉണ്ടേ കാണുന്നത്. നമ്മൾ ഒരുപാട് ദൂരങ്ങൾ കവർ ചെയ്ത് പോകുന്നു. അവസാനം നമ്മൾ ആ ഹലാനിലെ 4.5 കിലോമീറ്ററിൻ്റെ ട്രക്കിങ് അവസാനിപ്പിച്ച് എത്തിയിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടിയിലെത്തി. പ്രോപ്പർട്ടി അടിപൊളിയാണ്, വ്യൂ ഒക്കെ അടിപൊളിയാണ്, ഹെവിയാണ്, എല്ലാവരും കൂടി. കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്നോഫോൾ ചാൻസും കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് വ്യൂ? അടിപൊളിയല്ലേ? ഹലാൻ്റെ ഏറ്റവും അടിപൊളി വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ചെറുതായിട്ട് സണ്ണൊക്കെ അടിച്ചിട്ടുണ്ട്. മലാന കഴിഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ മൗണ്ടെയിൻസ് ഹലാനിലാണ് വരുന്നതെന്ന് പറയാം. വെറുതെ ഒരു ട്രക്കിംഗ് എടുത്തു. നല്ല രസമുണ്ട്. ഹലാൻ വില്ലേജ്, ഹലാൻ്റെ മേളിൽ നിന്നുള്ള അടിപൊളി വ്യൂ ആണ്. ഇതൊന്നും ഓർത്ത് വെച്ചോട്ടോ, ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തെ വീഡിയോയിൽ ഞാനതൊക്കെ പറയാം. സൂര്യൻ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹലാൻ ശരിക്കും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വില്ലേജാണ്. അടിപൊളി വ്യൂ ആണ്. മാക്സിമം ഒറ്റപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ട്രാഫിക്കും വളരെ കുറവായിരിക്കും. കൊണ്ടിരിക്കുന്ന വിഷ്വലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വില്ലേജിൽ ബസ് കാത്ത് നിൽക്കണേ ജെറിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയിട്ട് നഗർന്ന് കുള്ളൂന്ന് പിന്നെ ബുന്ദറുന്ന് ജെറി ഇത്രയും ട്രാവൽ ചെയ്യാണ്ട്. ഇതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയൊരു വിഷ്വലാണ്. ഇവനാണ് ഈ കൂട്ടത്തിൻ്റെ ഗൈഡ് ഡോഗ്. എല്ലാ ടൈപ്പിലുള്ള ആടുകളുണ്ട് കേട്ടോ. ചെമ്മരിയാടും ഉണ്ട്, ആടുണ്ട്, ഈടുണ്ട്. ഇവനെ കാണാൻ എന്തൊരു ഭംഗിയാന്നൊക്കെ, അടിപൊളിയായിരിക്കും.
ഹലാലിൽ നമ്മൾ മീറ്റ് ചെയ്യേണ്ടവരൊക്കെ മീറ്റ് ചെയ്തു. പരിപാടികളൊക്കെ ഇവിടുത്തെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബൈ ബൈ ഹലാൻ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മധുരപരിവാറിൻ്റെ വണ്ടിയിലാണ്. നമ്മൾ നഗരത്തിൽ നിന്ന് അടുത്ത ബസ് എടുത്ത് കുള്ളൂരിക്ക്. കുള്ളൂർ കണ്ടിട്ടാണ് ഇനി ഈവനിങ് ടൈം ഹിമാചലി ബസ്സിൽ കുള്ളൂരിലേക്കൊരു യാത്ര. അപ്പോൾ ബാക്കി ചേഞ്ചും ടിക്കറ്റും കിട്ടി. ഇനി കുള്ളൂരിലോട്ട്. കഷ്ടപ്പാടാണ് കേട്ടോ. 2 പിള്ളേരും പിടിച്ചിട്ട് ഇറങ്ങാനുള്ള കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. കൂടി വണ്ടി കലി കേട്ടോ. വണ്ടിയിൽ ഞങ്ങൾ 3 പേരും, ഫ്രണ്ടിൽ ആരോ 2 പേരും മാത്രമേ. നമ്മൾ ഏകദേശം ഒരു 7 മണി 7:00 കുള്ളു ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇനി റൂമൊക്കെ കണ്ടുപിടിക്കണം, ഫുഡ് കഴിക്കണം, അതിനുള്ള ബാക്കിയുള്ള പരിപാടിക്കായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. കുള്ളു ബസ് സ്റ്റാൻഡ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, സെറ്റാണ് കേട്ടോ. എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലോക്ക് റൂം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഡയറക്ഷനിൽ പോയാൽ അറ്റത്തായിട്ട് നമുക്ക് വാഷ്റൂംസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു ഷോപ്പിംഗ് മാൾ കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. ഏകദേശം കുള്ളു മാളാണ് ഈ കാണുന്നത്. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കണ്ടേ? റൂം കണ്ടു പിടിക്കണ്ടേ? കുളു വന്നിറങ്ങി ഞങ്ങൾ തവാ റൊട്ടിയൊക്കെ കഴിച്ചു. ഫുഡ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ വാവ. ഞങ്ങൾ നേരെ ചെറിയിലേക്കുള്ള പരിപാടിക്കാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടാക്സി എടുത്തു. നേരെ ചെറിയിലേക്ക്. ഇനി നമ്മൾ ടാക്സിയിലാണ് പോകാൻ പോണേ. വേറെ വഴിയിൽ ഇവിടുന്ന് ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടാക്സിയിൽ പോകണം. നമ്മൾ കാറിലുള്ള യാത്ര തുടങ്ങി. റോഡ് അത്യാവശ്യം സീനാണ് കേട്ടോ. കുള്ളുവിൻ്റെ നല്ല അടിപൊളി വ്യൂ ആണ്. നൈറ്റ് വിഷ്വലാണ്. ഹെവി ആണ് കേട്ടോ. നല്ല രസമുണ്ട് ഇപ്പോൾ കുള്ളു കാണാൻ. അപ്പോൾ ഇന്നത്തെ പരിപാടി ചിക്കൻ പൊള്ളിച്ചത്തത്. ഇതിനെ ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കും. അവസാനം ചെറിയിലെത്തി. നൈറ്റിൽ നിന്ന് ഇങ്ങനെയാണ് ചിക്കനും ചോറൊക്കെ കഴിച്ചു. അടിപൊളിയായിട്ട് കിടന്നുറങ്ങാൻ പോകും. ഓൾമോസ്റ്റ് എല്ലാവരും ഉറക്കായി. അപ്പോൾ കിട്ടെ അടുത്ത വീഡിയോ.